ഹായ്, ഇത് ഇനി നമ്മളെ പപ്പുച്ചേട്ടൻ പറഞ്ഞ പോലെ താമരശ്ശേരി ചുരം. 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയ പണി പാളണ സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ ലേന കൺസെഷൻ പോകാൻ പോണത്. അതായത് വയനാട്ടിലേക്കാണ് ഇനി പോണത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സീനറി തേയിലത്തോട്ടം എന്നല്ല കേട്ടോ. ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പൊന്ത പിടിച്ച് കിടക്കണ തൊടിയാണ്. അതായത് കാണുമ്പോൾ തോന്നും നമുക്ക് നല്ല തേയിലത്തോട്ടമൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അതല്ല സത്യത്തിൽ. ഇവിടെയാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. അതായത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ എരവിമംഗലം എന്ന് പറയും. ശരിക്ക് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ പാതായക്കരയാണ്. അതായത് ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത്. ഇത് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് ഈ കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ നോർമൽ രീതിയിൽ ചെയ്യണ സമയത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയ വീട് ഒരു 2 വില്ല പ്രോജക്റ്റിനായിട്ട് വന്നതാണ്. അപ്പോൾ അതിലൊരെണ്ണം ക്ലയൻറ്റിന് ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ ഒരു പകുതി സ്ഥലത്ത് ഞാനും നിർമ്മിച്ച വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. നമ്മളിത് എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോയിൽ പറയണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും പറയാറുണ്ട്, അതായത് നിങ്ങൾ എവിടെയാണ് നിങ്ങളെ സ്വദേശം. അതായത് അവർക്ക് ഉത്കണ്ഠ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ എവിടെ നിന്നോ വന്നിട്ട് ഒരു വർക്ക് ചെയ്യുക, അപ്പോൾ ഇവരിതിവിടെ വന്ന് ചെയ്യുമോ, അങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ. ചില ആൾക്കാർ മലപ്പുറം ജില്ലയിൽ തന്നെ വിളിച്ചിട്ട് നിങ്ങളിവിടെ വന്ന് ചെയ്യുമോ ചോദിക്കും. സത്യം പറഞ്ഞാൽ നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണാത്ത ആൾക്കാരാണ് അങ്ങനെ ചോദിക്കുന്നത്. കാരണം വീഡിയോ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ അറിയാം കേരളത്തിൽ പല ജില്ലകളിലായിട്ട് പല സ്ഥലങ്ങളിൽ നമ്മളെ വർക്കുകൾ നടന്നിട്ടുള്ളത്. ആ ചോദിക്കണേ കൊണ്ട് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൽ തന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നതിന് ശേഷമാണ് കേരളത്തിലൂടെ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഞങ്ങൾ എത്തിപ്പെടാത്ത സ്ഥലമുണ്ട്. അതായത് കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ ഇതേവരെ അങ്ങനെ കോമൺ ആയിട്ട് പോയിട്ടുണ്ട്. അതായത് ഈ വർക്ക് സംബന്ധമായിട്ട് പോകുമ്പോഴാണല്ലോ നമ്മൾ എല്ലാ വഴികളിലൂടെയും പോണത്. നമ്മുടെ തുടക്കകാലങ്ങളിലൊക്കെ വളരെയധികം നെഗറ്റീവ്, അതായത് നമ്മൾ വ്ളോഗ് ചെയ്യണ സമയത്താണെന്നുണ്ടെങ്കിലും, പിന്നെ ഫസ്റ്റ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങി ഫേസ്ബുക്കിലും ഇതിലൊക്കെ അപ്ലോഡ് ചെയ്യണ സമയത്ത് ഒരുപാട് നെഗറ്റീവ്സ് കമൻറ്റ്സ് വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പം നമ്മളെ യൂട്യൂബ് ചാനലിൽ തീരെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരാറില്ല. അതിൻ്റെ കാരണം എന്ന് പറയണത്, ഇപ്പം നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വീടിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അവർക്ക് എന്തായി കഴിഞ്ഞാലും 100% മനസ്സിലായി എന്നുള്ളത് ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഫീൽ ചെയ്യണതിൻ്റെ കാരണം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് കേട്ടോ ഞങ്ങളെ പെരിന്തൽമണ്ണ ജംഗ്ഷൻ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഇതാണ് ഏറ്റവും വലിയ സിറ്റി എന്ന്. പിന്നെ ലോകം കാണാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നുമല്ലാന്ന്. ഇപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്കും തോന്നാറുണ്ട് പെരിന്തൽമണ്ണ അറിയപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഇന്ന് ഈ പോണത് വയനാട്ടിലേക്കാണ്. അതായത് വയനാട്ടിൽ നമ്മളൊരു 6 മാസം മുന്നേ ഒരു പ്രൊജക്റ്റ് ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അതേപോലെ തന്നെ ഇന്ന് വേറൊരു ബുക്കിംഗ് ഉണ്ട്. ഈ 2 പേരും ഞാനുമായിട്ട് നേരിട്ട് സംസാരിക്കുകയെ നേരിൽ കണ്ടിട്ട് പോലുമില്ല. അതായത് ഇപ്പം ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോണ പ്രൊജക്റ്റ് 6 മാസം മുന്നേ ബുക്ക് ചെയ്തതാണ്. പക്ഷേ നമ്മൾ അവരെ നേരിട്ടിട്ട് കണ്ടിട്ടില്ല. ഞാൻ അവരോട് കാര്യമായി സംസാരിച്ചിട്ട് തന്നെയല്ല. ബേസ്മെൻറ്റ് ഇടുന്ന സമയത്ത് ഒരൊറ്റ ഡൗട്ട് മാത്രമേ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എല്ലാവർക്കും അറിയാം, നമ്മളെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മളെ ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈഫാണ് ഫോൺ എടുക്കുക. ആധികാരിക കാര്യങ്ങളൊക്കെ അവൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇനി അതിലും കൂടുതൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് കണ്ടാൽ ആൾക്കാർക്ക് മനസ്സിലാവും എന്നുള്ള രീതിയിലാണ് ഇത്രയും കാലം പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ആൾ വിളിക്കണ സമയത്ത്, അതായത് നമ്മൾ ഫോളോവേഴ്സായ ആരെങ്കിലും വിളിക്കണ സമയത്ത് നമുക്ക് അവരോട് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അവർക്ക് ഇപ്പം ഞാൻ അങ്ങോട്ട് പറയുന്നതിൻ്റെ മുന്നേ തന്നെ അവരിങ്ങോട്ട് പറയും ഇത് ആ സൈറ്റിൽ ചെയ്ത പോലെ ചെയ്തുകൂടെ എന്നുള്ളത്. അതായത് അവർ ഒബ്സർവേഷനിൽ അവർക്കിപ്പോൾ എങ്ങനെയാണ് നമ്മളെ വീട് വെക്കുന്ന രീതി, എല്ലാ മെത്തേഡുകളും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് തുടക്ക സമയത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഭയങ്കര സ്ട്രഗിളായിരുന്നു ഇവരിത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും. അതായത് ഇതിൻ്റെ ബലം ഇങ്ങനെയാണ് അതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നമ്മളൊരു വീട് വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ലൈഫിലുള്ള ഒരാഗ്രഹമായിട്ടാവും ചില ആൾക്കാർ. അതേപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് അതായത് ആ വീട് വയ്ക്കാൻ നിർമ്മിക്കാനുള്ള പൈസ സ്വരൂപിക്കണതാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാവും അധികം ആൾക്കാരും വീടുകൾ വയ്ക്കുക. പിന്നെ ചില ആൾക്കാർ അവരവരുടെ അതായത് ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഒരു വീട് വെക്കാനൊക്കെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ എഫേർട്ട് ചിലപ്പോൾ മാസങ്ങളായിരിക്കും, ചിലപ്പോൾ വർഷങ്ങളായിരിക്കും എടുത്തിട്ടുണ്ടാവുക. പക്ഷേ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, അങ്ങനെ എടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മളെ രീതിയിൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1-2 ദിവസത്തെ ഒരു എഫേർട്ട്
അതായത് നമ്മളെ ചാനലിലിട്ട വീഡിയോസും അതായത് തുടക്കം മുതൽ ആ വീട് കംപ്ലീറ്റ് ആവുന്ന വരെ ഉള്ളതൊന്ന് കാണുക. ഇനി അത്രയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 1 ഡേ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊന്ന് ഫുള്ള് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ വേറൊരാളോട് ഇപ്പോൾ അത് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ രീതിയിൽ ഇങ്ങനെ ഒരു വീട് വെക്കാനാണ് പോകുന്നതെന്ന് നിങ്ങളൊരാളോട് പറഞ്ഞു നോക്കൂ, എടുത്ത വഴിക്ക് ആൾ നെഗറ്റീവ് ആവും പറയുക. കാരണം അയാൾ ഈ വീട് വെച്ചത് കണ്ടിട്ടുണ്ടാവില്ല, ഇതെങ്ങനെ കൺസ്ട്രക്ഷൻ രീതി എന്ന് ആൾക്ക് അറിയില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഒരാളോട് ചോദിച്ചു നോക്കൂ, ഞാനിങ്ങനെ ചുമര് കോൺക്രീറ്റ് ഭിത്തികളൊക്കെ കോൺക്രീറ്റിൽ, അതായത് 10 സെൻറ്റിമീറ്റർ തിക്കൻസിൽ കോൺക്രീറ്റിലാണ് വീട് വെക്കാൻ പോണത്. ആ പറഞ്ഞ് നെക്സ്റ്റ് ടൈമിൽ തന്നെ ആൾ പറയാൻ പോണത് അതൊന്നും നിൽക്കില്ല. ആ ഒരു രീതിയിലായിരിക്കും അയാൾ സംസാരിക്കുക. എന്നിട്ട് നിങ്ങൾ വേറൊരാളുടെ അഭിപ്രായത്തിന് പോവാണ്ട് നിങ്ങൾക്ക് ഏതാണോ നല്ലത്, അതായത് ഇപ്പം എൻ്റെ ഈ ഒരു വീഡിയോസും നമ്മൾ വീട് വെക്കണ രീതികളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിലും ബെറ്റർ കല്ലിൽ ചെയ്യണതാണ്, അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കല്ലിലാണ് ചെയ്യേണ്ടത്. അതല്ല ഇനി പില്ലർ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്, അങ്ങനെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിലാണ് സ്ട്രെങ്ത്ത് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്യണം. അതായത് നിങ്ങളെ വീട് എങ്ങനെ വെക്കണം എന്നുള്ളത് വേറൊരാളല്ല തീരുമാനിക്കേണ്ടത്, അത് നിങ്ങൾ തീരുമാനിക്കണം. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ നമ്മളെ വീഡിയോസ് ചിലപ്പോൾ 1, 2, 3 ഒക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങളൊരു ഫ്രണ്ടിനോട് ഈ ഒരു കാര്യം ചോദിക്കാൻ പോണത്. പക്ഷെ നിങ്ങളെ ഫ്രണ്ടിന് ഇതിനെക്കുറിച്ചിട്ട് ഒരറിവും ഉണ്ടായിരിക്കില്ല, അയാൾ ഇതിന് മുന്നേ ഇങ്ങനത്തെ ഒരു രീതി കണ്ടിട്ടുണ്ടായിരിക്കില്ല. കാണാത്തൊരു സാധനം അയാൾക്ക് ചിന്തിക്കാനും കൂടിയും പറ്റില്ല. കാരണം ഇപ്പോൾ അയാൾ കണ്ടിട്ടുമില്ല, അയാൾ വീഡിയോ കണ്ടിട്ടില്ല, പിന്നെ അയാൾ എങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും? ഇതിപ്പോൾ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ നമുക്ക് ഒരുപാട് വർഷങ്ങളൊന്നും പിന്നാമ്പുറം പോകേണ്ട ഒരു ആവശ്യം വരില്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ, അതായത് ഒരു 100 വർഷം മുന്നേ വേണ്ട, ഒരു 200 വർഷം മുന്നേ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ കേരളത്തിലോ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണ കല്ലിൽ, അതായത് ചെങ്കല്ലാണെന്നുണ്ടെങ്കിൽ ബ്രിക്സ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ വീടുകൾ നിർമ്മിച്ചിട്ട് അതിൻ്റെ മുകളിൽ മെയിൻ സ്ലാബ് കോൺക്രീറ്റിൽ ചെയ്യണ ഒരു രീതി ഒരു 200 വർഷം മുന്നേ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അന്നൊരു മനുഷ്യനും വീട് ഇങ്ങനെ നിർമ്മിക്കാൻ പറ്റുന്നുള്ളത് അവർ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. ഇനി അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി വന്നപ്പോൾ ഞാൻ സാധാരണക്കാരുടെ കാര്യമായിട്ടാണ് പറയുന്നത്. പണ്ട് കാലത്ത് രാജാക്കന്മാർ പലതും സൃഷ്ടിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ പണിയെടുക്കാൻ റെഡി ആയിരുന്നു. അതായത് ഇപ്പോൾ നമ്മളെ പോലീസുകാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലേ, അതായത് ജനങ്ങളെ സേവിക്കാനായിട്ട് അവർ ഡ്യൂട്ടീൻ്റെ ഭാഗമായിട്ട് അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന പോലെ ഇരുന്ന് പണ്ട് രാജഭരണമുള്ള കാലത്ത് അവിടുത്തെ ഭടന്മാരും അവിടുത്തെ ജോലിക്കാരും ആ രാജ്യത്തിന് വേണ്ടിയിട്ട് ശമ്പളം ഇല്ലാണ്ടും കൂടിയും പണിയെടുക്കണ കാലമായിരുന്നു. അന്ന് അവർക്കിപ്പോൾ ഒരു താജ്മഹൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ വിചാരിച്ചവന് വളരെ സിമ്പിളായിരുന്നു. കാരണം ഇന്നത്തെ അത്ര ബഡ്ജറ്റ് കണക്കാക്കണ്ട, അതായത് ഇത്ര സാലറി കൊടുക്കണ്ട, റോ മെറ്റീരിയലിന് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ എക്യുപ്മെൻറ്റ്സ് വളരെ കമ്മിയായിരുന്നു. അതായത് ക്രെയിന് അങ്ങനത്തെ കാര്യങ്ങൾ കമ്മി. എന്നിട്ട് കൂടി അവർ അത്രയും വലിയ കരിങ്കല്ലിലൊക്കെ ഒറ്റക്കല്ലിലൊക്കെ നിർമ്മിച്ചത്, അതായത് ഭാരം ഇന്നത്തെ കാലത്ത് ക്രെയിനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം, പക്ഷെ അന്നത് മനുഷ്യനെ ഉപയോഗിച്ചിട്ട് ആനേനെ ഉപയോഗിച്ചിട്ടൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ മനുഷ്യന്മാർക്കും അതേപോലത്തെ വീടായിരുന്നില്ല, അത് ചിന്തിക്കണം. അതാണ് ഞാൻ പറഞ്ഞത് സാധാരണക്കാരെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ സാധാരണക്കാരനൊരു 100 വർഷം മുന്നേ ചിന്തിച്ചിരുന്നത് നമുക്ക് എങ്ങനെ ഒരു കൂര ഉണ്ടാക്കാമെന്നാണ്. അതിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാല് കൊത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഓല അല്ലെങ്കിൽ ഇലകളൊക്കെ ഇട്ട് മറച്ചിട്ടാവും നമ്മളെ നാട്ടിൽ ഒരു 100 വർഷം മുന്നൊക്കെ സാധാരണക്കാരനൊരു വീട് സ്വപ്നം എന്നുള്ളത് സാക്ഷാത്കരിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഒരു 200 വർഷമൊക്കെ നമ്മൾ പിന്നോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ എത്ര നിർമ്മിതി, അതായത് 200 വർഷം മുന്നേ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര നിർമ്മിതി നമ്മൾക്ക് കാണാൻ പറ്റും ഇന്ത്യയിൽ തന്നെ. വിരലിൽ എണ്ണപ്പെടാവുന്ന നിർമ്മിതികളല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതായത് ഇന്നത്തെ കാലത്ത് ഈ ലോകത്ത് വീട് ഇന്ത്യയിൽ എത്ര വീടുകളുണ്ട്. അപ്പോൾ അന്നും മനുഷ്യർ ജീവിച്ചിരുന്നു. അപ്പോൾ അതിൽ എത്ര നിർമ്മിതി അന്ന് ഉണ്ടാക്കിയത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2025 ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഇപ്പോഴും ഒരു 200 വർഷമായിട്ട് നമ്മളെ നാട്ടിൽ വന്ന വീടിൻ്റെ പ്രോഗ്രസ്സും അപ്ഡേഷനൊക്കെ വെച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഇപ്പം നമ്മളെ നാട്ടിൽ നോർമൽ രീതിയിൽ വീടുകൾ ഏത് നിർമ്മാണ രീതിയാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂമീൻ്റെ വയസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ഒരുപാട് പുറകിലേക്ക് പോകേണ്ടി വരും. അത്രയൊന്നും ചിന്തിച്ചാൽ നമുക്ക് ആകെ ഭ്രാന്തായി പോകും. അപ്പോൾ നമുക്കിപ്പോൾ ഈ കലണ്ടർ വർഷം വെച്ചിട്ട് തന്നെ നോക്കാം 2025 എന്നുള്ളത്. അപ്പം നമ്മളിതിനെ നോക്കി കാണേണ്ടത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷം 2025 വർഷമായിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു 200 വർഷം, അതിൽ ഏറ്റവും അവസാനത്തെ 100 വർഷമാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ ടെക്നോളജികളും നമ്മളെ ഈ നാട്ടിൽ വന്നതും
ഇത് പ്രകാരം ആൾക്കാർ ജീവിക്കാൻ തുടങ്ങിയതും ഈ ലാസ്റ്റത്തെ ഒരു 100 വർഷത്തിനുള്ളിലുള്ള ടെക്നോളജി വെച്ചിട്ടാണ്. നിങ്ങൾ ഏത് കാര്യം വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇപ്പോൾ എൻ്റെ മുന്നേ പോണ കാറ്, ഞാൻ സഞ്ചരിക്കുന്ന കാറ്, അതായത് വിമാനമാണെന്നുണ്ടെങ്കിലും എന്തൊരു സാധനം ഈ ഒരു 100 അല്ലെങ്കിൽ ഒരു 150 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മളെ നാട്ടിൽ കണ്ടുപിടിച്ച് അതിൻ്റെ ഓരോ സ്റ്റേജിലും ഓരോ അപ്ഗ്രേഡായിട്ട് വന്നതാണ്. അതായത് ഈ ഒരു 200 വർഷത്തിലാണ് ഇത്രയും ടെക്നോളജി ഡെവലപ്മെൻറ്റ് ചെയ്തത്. ബാക്കിയുള്ള 1800 വർഷം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൂടുതലായിട്ട് നമ്മൾ ചരിത്രം പഠിക്കേണ്ടി വരും. അപ്പോൾ ആ ചരിത്രം നമ്മൾ തപ്പാൻ പോയാൽ നമുക്ക് ലോജിക്കലി നമുക്ക് മനസ്സിലാവുക, അതായത് എനിക്ക് മനസ്സിലായത് അന്ന് ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ആൾക്കാർ അത്ര ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെന്താ അങ്ങനെയെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കണ എല്ലാ ടെക്നോളജിക്ക് യൂസ് ചെയ്യണ എല്ലാ റോ മെറ്റീരിയലും നമ്മളെ ഈ ഭൂമിയിൽ തന്നെ എടുത്തിട്ട് നമ്മളെ സയൻറ്റിസ്റ്റുകളായാലും, അതായത് ഇതിൻ്റെ പിന്നിൽ ഇത് കണ്ടുപിടിച്ച ആൾക്കാരെല്ലാം എല്ലാ മെറ്റീരിയൽസും ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെ ഈ ഭൂമിയിലുള്ള മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഈ ടെക്നോളജി അന്ന് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല? അതായത് ഒരു 1800 വർഷം അല്ലെങ്കിൽ 1000 ഇപ്പോൾ കൊല്ലമൊക്കെ ആവണ സമയത്ത് എന്തുകൊണ്ട് അവർക്ക് ഈ ഒരു ടെക്നോളജി അന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല? അന്നത്തെ കാലവും ഇന്നത്തെ കാലം തമ്മിലുള്ള എന്തൊരു വ്യത്യാസമാണുള്ളത്? ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതായത് 2025 ആയപ്പോഴേക്ക് നമ്മൾ ഇത്രയും ടെക്നോളജിയിലെത്തി. അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു 200 വർഷത്തിൻ്റെ ഉള്ളിലാണ് ഈ ടെക്നോളജിയൊക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്തത്. ഇനി ഒരു 2000 വർഷം കൂടി കഴിയുമ്പോൾ നമ്മളെ നാട് എങ്ങനെയായിരിക്കുന്നു നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? കാരണം ഈ 200 അല്ലെങ്കിൽ 100 വർഷം കൊണ്ട് നമ്മളുണ്ടാക്കിയ ഡെവലപ്മെൻറ്റ്സ് അടുത്ത 100 വർഷമാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഇരട്ടിയാവാനാണ് പോണത്. അതിനിപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഇത് തന്നെയാണ്. ഈ റോഡാണ് അതിന് പറയാൻ പറ്റിയൊരു ഉദാഹരണം. കാരണം ഇതിപ്പോൾ ഞാൻ വയനാട്ടിലേക്കുള്ള ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വയനാട് ചുരം എങ്ങനെയാണ്, അതായത് വയനാട്ടിലേക്കുള്ള റോഡ് എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സെർച്ചിൽ പോയി കഴിഞ്ഞാൽ കിട്ടാൻ പോണത്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു ആദിവാസീനെ ഉപയോഗിച്ചിട്ടാണ് ഈ കാട്ടിലൂടെയുള്ള വഴി കണ്ടുപിടിച്ചെന്നുള്ളത് നമുക്ക് കാണാം. അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ ഈ ചുരം കഴിഞ്ഞ സ്ഥലത്ത് തന്നെ കൊടുത്തിട്ടുമുണ്ട്. കുറച്ച് കൊല്ലങ്ങൾക്ക് പിന്നിൽ തന്നെ അവരിത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇന്നിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോൾ ഇതേപോലൊരു മലയുടെ മുകളിൽ കൂടി ഒരു റോഡ് വെട്ടാനായിട്ട് നമ്മൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ഓഫീസിൽ ഇരുന്നിട്ട് ഗൂഗിൾ എർത്തോ അല്ലെങ്കിൽ ഡാറ്റാബേസോ നോക്കിയിട്ട് നമ്മളെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾക്ക് ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതായത് ഈ ഹെലിക്യാം വിട്ടിട്ടടക്കം നമ്മൾക്ക് റോഡുകൾ ഏതിനെ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെ മാറി നാട്. അതുമല്ലെങ്കിൽ ഇതേപോലെ വളവും തിരിവുള്ള റോഡിൻ്റെയും കൂടി ആവശ്യമില്ല. ഇന്ന് ടണലുകൾ, നിങ്ങൾ ഒരുപാട് ആൾക്കാർ ടണലുകൾ കണ്ടിട്ടുണ്ടാവും, മല തുരന്നിട്ട് പോണ റോഡുകൾ. ഇപ്പോൾ നമുക്ക് തന്നെ കുതിരാൻ ടണലുണ്ട്. ഇതിൻ്റെ മുന്നേ അവിടുത്തെ ട്രാഫിക് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാലോ. ഇപ്പോൾ സിമ്പിളായിട്ട് പോകാൻ പറ്റുന്നില്ലേ? അപ്പോൾ നമ്മൾ ഈ ടെക്നോളജിയൊക്കെ എപ്പോഴാണ് മാറിയത്? നമ്മൾ ജീവിക്കണ ഈ കാലഘട്ടത്തിലല്ലേ ഇതൊക്കെ മാറിയത്. അപ്പോൾ ഇനി നമ്മളൊരു കഴിഞ്ഞൊരു 100 വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ടണൽ പോലും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഫ്ലൈറ്റൊക്കെ ഉപയോഗിക്കണത് ഓരോ സംസ്ഥാനങ്ങളൊക്കെ കവർ ചെയ്യാനായിരിക്കും. ചിലപ്പോൾ ആ സമയത്ത് അതും വേണ്ടി വരില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോകാനടക്കം അങ്ങനത്തെ ഇതാവും ഇനി ഉപയോഗിക്കാൻ പോണത് മനുഷ്യൻ ഭാവിയിൽ. ഇത്രയൊക്കെ ടെക്നോളജികൾ വന്നിട്ടും ആ ടെക്നോളജികളൊക്കെ എല്ലാ ആൾക്കാരും യൂസ് ചെയ്തിട്ടും ഇപ്പോഴും പല ആൾക്കാരും പറയുന്നത് കേൾക്കാറുണ്ട്, പഴയ കാലമായിരുന്നു നല്ലതെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പുതിയ ടെക്നോളജീൻ്റെ എല്ലാ സോഴ്സും ഇവർ ഉപയോഗിച്ചിട്ടാണ് പറയണത് പഴയ കാലമായിരുന്നു നല്ലതെന്ന്. എങ്ങനെയാണ് പഴയ കാലം നന്നാവുക? ഇപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ പോണത് പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ ഞാൻ നടന്നു പോകേണ്ടി വരും. അതും റോഡ് ഉണ്ടായിരിക്കില്ല, ഞാൻ കാട്ടിലൂടെ വേണ്ടി വരും കയറി പോകാനായിട്ട്. എന്നിട്ട് എനിക്ക് പറയാൻ പറ്റുമോ പഴയ കാലമാണ് നല്ലതെന്ന്? ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ ഒരു 4 ആൾക്കാരോട് സംസാരിക്കുകയാണെങ്കിൽ അവരെന്താ പറയണതെന്ന് അറിയോ? ഇല്ല, കോൺക്രീറ്റിലൊന്നും വീട് വെക്കണത് പോസിബിൾ അല്ല, നമുക്ക് പണ്ട് ചെയ്തായിരുന്നു അതേപോലെ. ഇവർ ഈ പണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 100 വർഷം മുന്നേ തുടങ്ങിയതാണ് ഇപ്പോൾ ഈ പണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് 2025 ആകുമ്പോൾ 1-ാം വർഷത്തിൽ തന്നെ ഇതേപോലത്തെ വീടുകളാണോ നിർമ്മിച്ചിരുന്നിരുന്നത്? അല്ല. ഇനിയിപ്പോൾ അത് നോർമൽ രീതിയിൽ നിർമ്മിച്ച വീടാണെങ്കിൽ തന്നെ, ഇപ്പോൾ കല്ലിലോ അല്ലെങ്കിൽ ബ്രിക്സിലോ എന്തിൽ നിർമ്മിച്ച വീടാണെങ്കിൽ തന്നെ അതിൻ്റെ മെയിൻ റൂഫ് എന്തിലാണ് ചെയ്തിരിക്കണത്? കോൺക്രീറ്റിൽ. എന്നാൽ പിന്നെ എന്തിനാണ് അത് ഇവർ യൂസ് ചെയ്യണത്? ഇപ്പോൾ ചുമര് നിർമ്മിച്ച പോലെ തന്നെ കല്ലുകൾ പാകിയിട്ട് റൂഫും ചെയ്യാൻ പറ്റുമല്ലോ. അതാരെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ തേമ്പിയിട്ട് ബലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ ഒന്നും കൂടി സ്ട്രെങ്ത്ത് കൂടുക. കല്ലിലാണ് ബലം എന്ന് പറയുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അപ്പോൾ അതൊരു മോഡേൺ ടെക്നോളജി, അതാണ് ഏറ്റവും നല്ലതെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ എല്ലാ ആൾക്കാരും വീടിൻ്റെ മെയിൻ സ്ലാബ് റൂഫിങ്, അതായത് കോൺക്രീറ്റിലാക്കിയത്.
അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് അത് കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പണ്ടത്തെ കാലത്തെ പോലെ മുള ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കോൺക്രീറ്റ് നല്ലതാണെന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇവരെല്ലാവരും വീടിൻ്റെയും മുകളിൽ റൂഫിങ് കോൺക്രീറ്റ് ചെയ്യണത്. പക്ഷേ ചുമര് ചെയ്യണത് ഇവർ കണ്ടിട്ടില്ല. അതാണ് ഇവരുടെ പ്രശ്നം. അതായത് ചുമര് കോൺക്രീറ്റ് ചെയ്യണത് ഇവർ കണ്ടിട്ടില്ല. 4 ഇഞ്ച് തിക്നെസ്സിൽ മെയിൻ സ്ലാബ് ചെയ്യണത് ഇവർ കണ്ടിട്ടുണ്ട്. ചുമര് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അറിയാൻ കാരണം എൻ്റെ പഴയക്കാർ എൻ്റെ വീട് ചെയ്തിരിക്കുന്നത് 8 ഇഞ്ച് വീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ നീ വന്നിട്ട് 4 ഇഞ്ചിൽ ചെയ്യും? ഇതാണ് അവരുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്നോട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, എത്ര പഴമക്കാരെന്ന്, എത്ര വയസ്സ് വരെയുള്ള ആൾക്കാരെയാണ് നിങ്ങൾ പഴമക്കാരായിട്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ 100 വർഷമാണോ അതോ 200 വർഷമാണോ അതോ അതിൻ്റെ മുന്നിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളത്. ഇത് നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ കാലത്തിനനുസരിച്ചിട്ടും ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ അതൊക്കെ ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെങ്കല്ല് ഉപയോഗിച്ചിരുന്ന വീട് കെട്ടിയ സ്ഥലത്ത് ഇപ്പോൾ ചെങ്കല്ല് കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സിമെൻറ്റ് ബ്രിക്സ് ആണ് ഉപയോഗിക്കണത്. അപ്പോൾ ഈ സിമെൻറ്റ് ബ്രിക്സിൻ്റെ നെക്സ്റ്റ് വേർഷനാണ് ഞങ്ങൾ ചെയ്യണ കോൺക്രീറ്റ്. അതായത് സിമെൻറ്റ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിയിൽ ഇതേ റോ മെറ്റീരിയൽ തന്നെയാണ്. അതായത് എംസാൻഡ്, ബേബി മെറ്റലാണ് അവർ ഉപയോഗിക്കുക, സിമെൻറ്റ്. ഇതിൻ്റെ മൂന്നിൻ്റെയും പാടെ ഒരു കോംബോ ആണ് സിമെൻറ്റ് ബ്രിക്സ്. നമ്മളതിൻ്റെ ഒന്നും കൂടി അപ്ഡേറ്റ് ആയിട്ട് അതൊന്നും കൂടി അപ്ഗ്രേഡ് ചെയ്ത് സിമെൻറ്റ് ബേബി മെറ്റലിന് പകരം നോർമൽ മെറ്റലാക്കി, അതായത് മെയിൻ സ്ലാബ് ചെയ്യണ സെയിം മെറ്റലാക്കി. അതുകൂടാണ്ട് നമ്മൾ കമ്പി കൂടി അതിൽ ഉൾപ്പെടുത്തി. കാരണം ബ്രിക്സിൽ കമ്പി വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒന്നും കൂടി അപ്ഡേറ്റ് വേർഷൻ, സാധാരണ റൂഫിങ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ സ്ട്രെങ്ത് തന്നെ ചുമര് ചെയ്യുക. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി. നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത രീതിയാണ് ഏറ്റവും നല്ലത് വെച്ചാൽ, എന്തിനാണ് നമ്മളെ റോഡ് സൈഡിലുള്ള ഡ്രെയിനേജ്, അതേപോലെ ബ്രിഡ്ജുകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ചെറിയൊരു പാലാണെങ്കിൽ കൂടി അതൊന്നും ഒരിക്കലും പണ്ട് ചെയ്ത കരിങ്കല്ലിലോ അല്ലെങ്കിൽ വേറെ ഒരു നിർമ്മാണ രീതിയിലും ഇപ്പോൾ ആൾക്കാർ തുടരാറില്ല. അതിൻ്റെ കാരണം എന്താ? കാരണം അങ്ങനെയാണ് സ്ട്രെങ്ത്ത് കൂടുതൽ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇത്രയും പൈസ മുടക്കി ചെയ്യണത് സ്ട്രെങ്ത്ത് കുറയ്ക്കാനായിട്ടാണോ? അതായത് ഇപ്പോൾ എല്ലാ ഡ്രെയിനേജും നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. റോഡ് സൈഡത്തെ 2 ഡ്രെയിനേജും ഇപ്പോൾ പുതിയതായി ചെയ്യണ എല്ലാ കൺസ്ട്രക്ഷൻ രീതിയും കോൺക്രീറ്റിലാണ് ചെയ്യണത്. എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ മാറ്റണത്? അതേപോലെ ഈ കണ്ട ഗവൺമെൻറ്റുകളും ഈ കണ്ട എൻജിനീയേഴ്സും ഇവരൊക്കെ ഇതെന്തിനാണ് ഇതിനൊരു ചേഞ്ച് വരുത്തണത്? പഴയ രീതിയാണ് ബലച്ചാൽ അത് ആ രീതിയിലല്ലേ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഈ കയറിക്കൊണ്ടിരിക്കുന്ന വയനാട് ചുരത്തിൻ്റെ 2 സൈഡുകളിലും ഫുള്ള് കോൺക്രീറ്റാണ് ചെയ്തിരിക്കണത്. കല്ലിലാണ് ബലച്ചാൽ ഇപ്പോഴും കല്ലിൽ തന്നെ ചെയ്താൽ പോരെ? എന്തിനാണ് ഇവർ ആ ടെക്നോളജിയിലേക്ക് മാറിയിരിക്കുന്നത്? ഇതിന് സിമ്പിൾ ലോജിക്കേ ഉള്ളൂ. കോൺക്രീറ്റാണ് സ്ട്രെങ്ത്ത് കൂടുതൽ. കോൺക്രീറ്റിൽ വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത് നല്ല സ്ട്രെങ്ത്ത് ഉള്ളൊരു കാര്യമാണ്. പക്ഷേ സാധാരണ എല്ലാ ആൾക്കാരെയും കൊണ്ടും ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എക്സ്പെൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നോർമൽ കൺസ്ട്രക്ഷൻ ചെയ്യണ എൻജിനീയേഴ്സ് ആണെങ്കിലും ആർക്കിടെക്റ്റ് ആണെന്നുണ്ടെങ്കിലും നോർമൽ കോൺട്രാക്ടർ ആണെന്നുണ്ടെങ്കിലും ഈ രീതിയിലേക്ക് മാറാത്തത്. അതിന് ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, അവർ സ്ട്രെങ്ത്ത് കൂട്ടാനാണല്ലോ പില്ലേഴ്സ് ഇടുന്നത്. പില്ലേഴ്സ് കോൺക്രീറ്റിലല്ല ഇടുന്നത്. അതേ പില്ലേഴ്സിൻ്റെ പോലെ ചുമരും കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത്ത് കൂടുന്ന അവർക്കും അറിയാം. കാരണം ചുമരില്ലാണ്ട് തന്നെ 4 പില്ലേഴ്സിൽ അവർ ബിൽഡിങ് പണിയണു. അപ്പോൾ അതിന് വരണ കോസ്റ്റ് അത് അവർക്ക് പരിഹരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഇപ്പോഴും നോർമൽ രീതിയിൽ വീടുകൾ വെക്കണത്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ചോദിക്കും, അപ്പോൾ നിങ്ങളെങ്ങനെ ഇത് പരിഹരിക്കണമെന്ന്. നമുക്ക് പരിഹരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കകാലത്ത് വളരെ ചെറിയ റേറ്റിലായിരുന്നു. കാരണം ഈ ഒരു സംരംഭം നാട്ടിൽ മൊത്തം ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയാലോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരാളിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട്, ആകർഷണമായ റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് എന്നെയും കൊണ്ടും എൻ്റെ വൈഫിനെയും കൊണ്ടും ഞങ്ങൾക്കിത് എങ്ങനെ സാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഒരു സാലറി പ്രതീക്ഷിക്കാണ്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ചിട്ട് ഒരു എൻജിനീയറോ ഒരു കോൺട്രാക്ടറോ അവർക്ക് നോർമൽ രീതിയിൽ ചെയ്യണ വീട് തന്നെ ഒരു വീട് കഴിയുമ്പോൾ ഇത്ര രൂപ ലാഭം ഉണ്ടെന്ന് അവർക്ക് അറിയാം. അപ്പോൾ പിന്നെ അവരൊരിക്കലും ഇപ്പോൾ ഞാൻ ഈ ചെയ്യണ റേറ്റിന് ഇതേപോലെ വീടുകൾ കോൺക്രീറ്റിൽ നിർമ്മിച്ച് കൊടുക്കില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിലൊരു ശമ്പളം പോലും അവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പോഴത്തെ എൻ്റെ ഒരു റേറ്റ് പ്രകാരം എനിക്ക് 1 രൂപ പോലും നഷ്ടം ഉണ്ടാവില്ല. പക്ഷേ എനിക്കോ എൻ്റെ വൈഫിനോ 1 രൂപ പോലും ഇന്ന് ശമ്പളം എടുക്കാൻ കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻജിനീയേഴ്സൊക്കെ അവർക്ക് അത്യാവശ്യം ഒരു വീട് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു സാലറി എന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാ അവർ മുതിരണം? അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ പണ്ടും പറയാറുണ്ട്, ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. എൻജിനീയേഴ്സ് ഉണ്ടാവും, ആർക്കിടെക്റ്റ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ട്. അവരൊക്കെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കില്ലേ, ഈ ഒരു റേഷ്യോയിൽ ഇങ്ങനെ ചുമര് കോൺക്രീറ്റ് ചെയ്ത് ഇതിൽ 8 mm അതേപോലെ കമ്പിയൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ എത്ര എക്സ്പെൻസ് വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവർക്കൊക്കെ അറിയാലോ. ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ടല്ല കേട്ടോ വെച്ചുന്നത്. വയനാട് പോയപ്പോൾ നന്നായിട്ട് വെച്ചുന്നു.
പിന്നെ ഈ ഒരു ഇതിൽ കയറാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് റീൽസിൽ വയനാടിൻ്റെ ഒരു സ്പെഷ്യൽ ഫുഡ് എന്നുള്ള രീതിയിൽ പോത്തുംകാല് അതെപ്പോഴും ഇങ്ങനെ കാണുന്നത് അതാണ് പോത്തുംകാല്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു ഒരു വയനാട് പോവുകയാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ആഗ്രഹത്തിൻ്റെ മുകളിൽ അതൊന്ന് ട്രൈ ചെയ്തു. കുഴപ്പമില്ല, ഒരു വട്ടമൊക്കെ കഴിക്കുക. ഇനിയിപ്പോൾ കുറച്ച് കാലത്തിനൊന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും എല്ലാതും കഴിക്കാനൊന്നും ആഗ്രഹം തോന്നില്ല. പക്ഷെ തോന്നിയ ആഗ്രഹങ്ങൾ നമ്മളപ്പോൾ തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. നമ്മളെയും കൊണ്ട് സാധിക്കണതാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ മേടിച്ച് തിന്നുക. ആഗ്രഹങ്ങൾ അപ്പം തീർക്കണം. നമ്മളെപ്പോഴാണ് തട്ടിപ്പോവാന്ന് പറയാൻ പറ്റില്ല. കാരണം ആകെ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തിന്നാൻ തോന്നിക്കഴിഞ്ഞാൽ അതാണല്ലോ ഇപ്പോൾ മെയിനായിട്ടുള്ള ഒരു ആഗ്രഹം. അപ്പം തിന്നുക, അതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ആദ്യം നമുക്ക് പുതിയൊരു ബുക്കിംഗ് ഉണ്ട് പറഞ്ഞില്ലേ, അവിടെയാണ് പോകേണ്ടത്. അത് വരുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേപ്പാടിയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ ഈ പറയുന്ന സൈറ്റിലേക്ക്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്കും അറിയണ്ടായിരുന്നില്ല അവിടെ ചെല്ലണ സമയം വരെ നമ്മളെ ഇതുവരെയുള്ള ക്ലയൻറ്റിൽ വെച്ചിട്ട് ഏറ്റവും ചെറുപ്രായമുള്ള ഒരു പയ്യനാണ്. അവനും അവൻ്റെ അമ്മയും വല്യമ്മയും, അങ്ങനെ 3 പേരേ ഉള്ളൂ. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചെറിയൊരു പയ്യനാണ് നമ്മളെ ക്ലയൻറ്റ്. ഇത് അമ്മൂൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഞാൻ അവനോട് വീഡിയോയിൽ വരാൻ പറഞ്ഞു, പക്ഷെ അവൻ വീഡിയോയിൽ വരുന്നില്ല. ഈ ഒരു കാണുന്നതാണ് നല്ല അടിപൊളി പ്ലോട്ടാണ്. കറക്റ്റ്, അതായത് റോഡിൽ നിന്ന് കയറി ചെല്ലണതന്നെ നേരെ അവൻ്റെ പ്ലോട്ടേക്ക്. അവൻ്റെ പിന്നാലെ കടന്നിട്ട് തിരികെയാണ്. കാരണം അവന് വീഡിയോയിൽ വരാൻ തീരെ താല്പര്യമില്ല. പക്ഷേ അവൻ നമ്മളെ A to Z വീഡിയോ കണ്ടിട്ടുണ്ട്. അവന് ഒരു സംശയമില്ല വീട് പണീനെ കുറിച്ചിട്ടോ എന്നോടൊന്നും സംസാരിച്ചില്ല. ചേട്ടൻ എന്നാ വന്ന് ചെയ്ത് തരികയെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾ അവനെ ഇതിൽ കൊണ്ടുവരും, വീഡിയോയിൽ കൊണ്ടുവരും. ഇപ്പോൾ അവൻ ആദ്യം ഉണ്ടാവണൊരു എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടായിരുന്നു ഈ ക്യാമറ കാണുമ്പോൾ ഒരു ഇത് കണ്ടോ. അവൻ്റെ വീടിൻ്റെ നേരെ ബാക്കിലൊരു മല, അതേപോലെ ഫ്രണ്ടിലും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സീനറി ഉള്ള നല്ല അടിപൊളി പരന്ന അടിപൊളി നല്ലൊരു പ്ലോട്ടാണ്. ആ വീട് വെക്കുമ്പോൾ നല്ല വേറെ ലുക്കായിരിക്കും അത്. ആ സമയത്ത് നമ്മൾ അവനെ വീഡിയോയിൽ കൊണ്ടുവരാം എന്തായി കഴിഞ്ഞാലും. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഈ ഒരു ക്ലയൻറ്റിനോട് ഞാൻ സംസാരിച്ചിട്ടും കൂടി ഇല്ല. ഞാൻ അവിടെ പോകുമ്പോഴാണ് അവനെ നേരിട്ട് കാണുന്നത്. അതുവരെ കംപ്ലീറ്റ് അമ്മൂനോട് ഒന്നും സംശയങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. കാരണം ഫുള്ളായിട്ട് നമ്മളെ ഒരു ഫോളോവേഴ്സിന് ഇനി വീട് പണീൻ്റെ കാര്യത്തിൽ നമ്മളോടൊന്നും ആധികാരികമായിട്ട് ചോദിക്കേണ്ടി വരില്ല. കാരണം റേറ്റിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ എന്തൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് വളരെ ഈസിയാണ് ഇപ്പോൾ. അപ്പോൾ അവൻ്റെ സൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ എന്തായി കഴിഞ്ഞാലും വണ്ടിയിൽ ചാർജ് ഉണ്ട്, എന്നാൽ കൂടി കുറച്ച് ചാർജ് ഇടാമെന്ന് കരുതി. കാരണം അമ്മ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടും. അവിടെ ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട് ആ ഹോട്ടലിൻ്റെ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അവൾ എൻജോയ് ചെയ്യാണ്. ടൂറ് പോയ മാതിരി തന്നെയാണെന്ന് പറഞ്ഞാൽ പോലെ. അപ്പോൾ ഞാനവിടെ വണ്ടി ചാർജിലിട്ടിട്ടുണ്ട്. നമ്മളെന്തിനാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിനി അടുത്ത് പോകാൻ പോണത് ആദ്യം പറഞ്ഞ പോലെ നമുക്ക് അടുത്ത ആഴ്ച വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ പ്രൊജക്റ്റാണ്. ഇനി അങ്ങോട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ ഒരു ബേസ്മെൻറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ക്ലയൻറ്റിൻ്റെ പേര് ലിഫോ എന്നാണ്. അപ്പോൾ ആൾ കോടതിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ആൾക്ക് 5 മണിക്ക് ശേഷമേ ഉള്ളൂ സൈറ്റിലേക്ക് വരാൻ പറ്റുക. അപ്പോൾ ഞങ്ങൾക്ക് ടൈമുണ്ട്. അപ്പോൾ ഒന്ന് വണ്ടി ചാർജ് ചെയ്ത് മെല്ലെ റിലാക്സ് ആയിട്ട് പോവാച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാനുള്ള ചാർജ് ഉണ്ട്. ഇലക്ട്രിക്കൽ വണ്ടീൻ്റെ ചാർജിങ് ടൈമിൽ എനിക്ക് കിട്ടുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ ഈ വണ്ടി ചാർജ് ചെയ്യുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടതാണ്. അങ്ങനെ ഒരു ടൈം കിട്ടുന്നത് വണ്ടി ചാർജ് ചെയ്യാൻ നിർത്തുമ്പോഴാണ് നമുക്കൊരു ഫ്രീ ടൈം കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ പാറകളില്ലേ, ഈ പാറയുടെ മുകളിൽ ഒരു അമ്പലമാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു പാറ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മുകളിലൊരു വില്ല പ്രോജക്റ്റ് തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഇത്രയും വലിയ പാറ റോഡ് സൈഡിലൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സംസാരിക്കാം. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളുണ്ടല്ലോ പാറയാണ്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിവാക്കിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെന്ന് കോൺടാക്ട് ചെയ്തോളൂ. റോഡും അതായത് വെള്ളവും വഴി കറണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ഒരു ഷോപ്പിൽ കയറാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചുട്ട അണ്ടിപ്പരിപ്പ്, അതായത് കാഷ്നട്ട് വറുത്ത് നൽകുന്നുണ്ടെന്ന് പറഞ്ഞത് കയറിയതാണ്. നല്ല അടിപൊളി പിള്ളേരായിരുന്നു അവർ. നമ്മളൊരു വെറുതെ 2 കഷ്ണം അണ്ടിപ്പരിപ്പ് പൊടിക്കാച്ചിട്ട് കയറിയതാണെന്നുണ്ടെങ്കിലും ഒരുപാട് സാധനങ്ങൾ, അതായത് നല്ല വയനാട് ആയതുകൊണ്ട് തേൻ നെല്ലിക്ക അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായി കഴിഞ്ഞാലും വണ്ടിയിൽ പോകുമ്പോൾ ഒരുപാട് ഇത് കഴിക്കണതാണ്. കാരണം ചോക്ലേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വല്ല ചുയിങ്ങൊക്കെ ആയിട്ടോ അങ്ങനെ കഴിച്ചൊക്കെ ഒരുപാട് നേരം ഡ്രൈവ് ചെയ്യല്ലേ. അപ്പോൾ ഇവരിടുന്നത് മേടിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ എന്തിനാണ് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കണം. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് ഫ്രൂട്ട്സ് പോലത്തെ ഡ്രൈ ഫ്രൂട്ട്സ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആരോഗ്യത്തിന് നല്ലതല്ലേ കരുതി ഞാൻ കുറച്ച് മേടിച്ചു എന്തായാലും അവരെന്ന്. ഞാൻ ഇത്രയും നേരം ഈ പറഞ്ഞു വന്നത് എന്താ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറിയാലോ, അതിപ്പോൾ നമ്മൾ വയനാടാണ്, നമ്മൾ ഇത്രയും ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു വീട് ഇനി നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ
അവിടെ നിർമ്മിക്കുന്ന വീടുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചെയ്യണ രീതിയിലാണ് വയനാട് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വീട് നിർമ്മിക്കേണ്ടത്. അതിൻ്റെ ഒരു ഉദാഹരണം, അതായത് ഇങ്ങനെ ഉരുൾപൊട്ടൽ അങ്ങനെയൊക്കെ ഉണ്ടാവണ മേഖല, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നുണ്ട്. ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ പോയി ചെക്ക് ചെയ്യാം. ഞാൻ ആലപ്പുഴയിലൊരു വീട് ചെയ്തിട്ടുണ്ട്, വെറും 300 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. ആ വീട് ഇപ്പോൾ ചുരുങ്ങിയതൊരു 6 മാസമായിട്ട് വീട് വെള്ളത്തിലാണ് കിടക്കുന്നത്. അതായത് ചുമരിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം മഴ പെയ്ത കാരണം കൊണ്ട് ഞങ്ങൾക്കത് മെയിൻ സ്ലാബ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വീടിൻ്റെ ഏകദേശം 4 സൈഡും വെള്ളത്തിൽ ചുറ്റപ്പെട്ടാൽ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ വീട് കിടക്കണത്. അതൊരു കല്ലിലോ അല്ലെങ്കിൽ ഒരു ബ്രിക്സിലോ ആണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൊളിഞ്ഞാടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അവിടുത്തെ വെള്ളക്കെട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ മെയിൻ സ്ലാബ് ചെയ്യാൻ പോണത്. ഇനി ആ ഭാഗത്തു കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ ഓൾറെഡി ഒരു വീഡിയോ കിടക്കുന്നുണ്ട്, വേണ്ട ആൾക്കാർക്ക് പോയി സെർച്ച് ചെയ്താൽ അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മളെ മുൻകാല വീഡിയോകളുടെ അടിയിൽ കുറേ കമൻസുകൾ, നെഗറ്റീവ് കമൻസ് വന്ന് കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ ആരും കണ്ടിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് അടിച്ച ആൾക്കാരും ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് അറിയുന്ന ആൾക്കാരോ നമ്മൾ ചെയ്യണ ഈ രീതിയിൽ വീട് വന്ന് കണ്ടുപോയ ആൾക്കാരൊന്നുമല്ല. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ ഉള്ളൊരു കമൻ്റ് ആയിട്ട് ഉണ്ടല്ലോ. പിന്നെ കുറേ ആൾക്കാർക്ക് നമ്മളോട് തീർച്ചയായിട്ടും ദേഷ്യം ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ആൾക്കാരും അതിൻ്റെ അടിയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടാറുണ്ട്. കാരണം എനിക്ക് ഒരുപാട് പേഴ്സണൽ കോൾ വരാറുണ്ട്. അതായത് നമ്മളെ കമ്പനി കൺസ്ട്രക്ഷൻ തന്നെ അവർ വീട് വെക്കാനൊന്നല്ല, ചില ആർക്കിടെക്റ്റ് അതേപോലെ ചില എഞ്ചിനീയേഴ്സൊക്കെ എന്നോട് വിളിച്ചിട്ട് ഒരുപാട് നേരം സംസാരിക്കാറുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഇത് മുതലാവണത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിലിങ് ഞാനിതിൽ ഓൾറെഡി തന്നു. പിന്നെ ഇതെങ്ങനെ മുതലാവുക എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ 800 തുടങ്ങിയതാണ്, ഇന്ന് 1300 നിൽക്കണത്. നമുക്ക് അത്യാവശ്യം നല്ല വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് റേറ്റ് കൂട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കൂട്ടില്ല. ഇതൊരു സാധാരണക്കാരനും എല്ലാ ആൾക്കാർക്കും ചെയ്യേണ്ട ഒരു രീതി ആയതുകൊണ്ട് നമുക്കിപ്പോൾ കാശുള്ളവന് മാത്രം വീട് വെച്ച് കൊടുത്താൽ പോരല്ലോ. അപ്പോൾ എനിക്കും നഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ എനിക്ക് നഷ്ടമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇനി റേറ്റ് കൂട്ടും. ഇത് എത്രത്തോളം വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ റേറ്റ് കൂട്ടും. ഒരു ബ്രാൻഡഡ് ആവുന്ന സമയത്ത് എനിക്ക്, അതായത് ഞാൻ ചെയ്യണ കൺസെഷൻ ഒരാൾക്ക് നിർബന്ധമായിട്ടും വേണമെന്ന് പറയുന്ന സമയത്ത് ആൾക്ക് ഞാൻ പറയുന്ന റേറ്റിന് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് അപ്പോഴാണ് നമുക്കിതിനൊരു ഡിമാൻഡ് വരിക. അപ്പോൾ അത് എപ്പോഴാണ് വരിക ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. ഇപ്പോൾ 1.5 വർഷം കൊണ്ട് എനിക്ക് ഇത്രയൊക്കെ ആക്കിയെടുക്കാൻ പറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1.5 വർഷത്തും കൊണ്ട് 800 നിന്ന് 1300 ആക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോഫിറ്റും കൂടി വരുന്ന റേറ്റ് അധിക കാലതാമസം ഇല്ലാണ്ട് തന്നെ മാറ്റും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫോൺ തന്നെ നോക്കാം. ഒരുപാട് പൈസയുടെ ഫോണുണ്ട്. ഫോൺ എല്ലാവർക്കും വിളിക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ സാധാരണ ഫോണുണ്ട്, അതേപോലെ 2 ബ്രാൻഡഡ് കമ്പനി ഉണ്ട് നമ്മളെ നാട്ടിൽ. ഒന്ന് ഐഫോണും അത് കഴിഞ്ഞാൽ സാംസങ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ടോപ്പ് എൻഡ് ഫോണിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. എല്ലാ ആൾക്കാരും അത് ലോഞ്ചിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കാരണം എന്താ, അവർക്ക് സാധാരണ പൈസയ്ക്ക് വേറെ ഫോൺ കിട്ടാത്തതുകൊണ്ടാണോ? അല്ല. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അറിയുന്ന ആൾക്കാർ ആ സാധനമേ മേടിക്കുള്ളൂ. അതേപോലത്തെ ക്ലൈൻറ്റ് ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വീടെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിഫോ എന്നോട് സംസാരിച്ചിട്ടില്ല. എൻ്റെ വീഡിയോ കണ്ട് വൈഫിനോട് പറഞ്ഞ് 6 മാസം മുന്നേ വൈഫിനോട് ബുക്ക് ചെയ്തതാണ്. ഞാൻ ലിഫോനെ കാണുന്നത് ഇപ്പോഴാണ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നിമിഷത്തിലാണ് ഞാൻ ഈ ലിഫോനെ കാണുന്നത്. അതിൻ്റെ മുന്നേ ലിഫോൻ്റെ അപ്പച്ചനുമായിട്ടാണ് ഞങ്ങൾ സൈറ്റിൽ പോയത്. ലിഫോ ഡ്യൂട്ടി ഓഫീസിൽ കഴിഞ്ഞ് വന്ന് ഒരു 6 മണി 6:30 മണിക്കാണ് ഞങ്ങൾ സൈറ്റിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യണത്. അപ്പോൾ ഇതുമാതിരിയുള്ള ക്ലയൻറ്റ് നമ്മൾക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്, ഇനിയും വരും. അപ്പോൾ നമ്മൾ ചെയ്യണതിൻ്റെ ഗുണവും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോസ് കണ്ട് മനസ്സിലാക്കി സാധാരണ രീതിയിൽ ചെയ്യണതും ഇങ്ങനെ ചെയ്യണതിനുള്ള വ്യത്യാസങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയ ആൾക്കാർ നമ്മളെ രീതിയിൽ ചെയ്യും. അല്ലെങ്കിൽ തന്നെ നമുക്ക് എല്ലാ ആൾക്കാർക്കൊന്നും വീട് വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ രീതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ നമുക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലാണെങ്കിലും ഏത് കുന്നിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിലും നമ്മൾ പോയി വയ്ക്കും. വഴി, വെള്ളം, കറണ്ട് ഇത്രയും അവർ പ്രൊവൈഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. 6 മാസം മുന്നേ ലീഫ് ബുക്ക് ചെയ്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു 6 മാസത്തിനുള്ള വർക്ക് ഇപ്പോഴും ഓൾറെഡി പെൻഡിങ് ആണ്. അപ്പോൾ നമുക്ക് നമ്മളെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളേതായ രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സമയപരിധി, അതായത് ചില ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതാകുമ്പോൾ അവർ വേറെ രീതിയിൽ നമ്മൾ ചെയ്തോളം പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല.
കാരണം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റണം. ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ ഏറ്റെടുക്കാറില്ല. അപ്പോൾ 6 മാസം ഓൾറെഡി ബുക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ചെയ്യാൻ പറ്റുക. പിന്നെ ആകെയുള്ള അതിൻ്റെ ഇടയിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇപ്പോൾ ലീഫൊക്കെ കറക്റ്റ് സമയത്ത് ബേസ്മെൻറ്റെല്ലാം ഇട്ട് വെച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഡിലേ വരാറുണ്ട്. അതായത് എഗ്രിമെൻ്റൊക്കെ എഴുതുന്ന സമയത്ത് ഇന്ന മാസം അവർ ബേസ്മെൻറ്റ് ഇട്ട് വെക്കാമെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് അവർ ഇട്ട് വെച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലാണ് എനിക്ക് പിന്നെ ഒരു അടുത്തൊരു ഓപ്ഷൻ വരുന്നത്. അപ്പോഴും ഞാൻ ചെയ്യാറ് അടുത്ത നെക്സ്റ്റ് ആർക്കാണോ അവർ എല്ലാം റെഡി ആയിട്ട് ഇരിക്കണ്ടോ എന്നുള്ളതാണ്. ഇതിന് 2-3 ഘടകം ഉണ്ടല്ലോ. കാരണം 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസം കൊണ്ടാണ് സ്ട്രക്ചർ തീരുക. അപ്പോൾ അത്രയും പൈസ അവരുടെ കയ്യിലുണ്ടായിരിക്കണം. കാരണം നമുക്ക് ഈ കണ്ട സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പൈസ നമ്മളെ കയ്യിൽ നിന്നിട്ട് ഇറക്കാനുള്ള ഒരു സോഴ്സ് ഇല്ല. എനിക്കിപ്പോൾ ഇനി വയനാട് പോയിട്ട് അവിടുന്ന് നമുക്ക് ആരും കടം ക്രെഡിറ്റ് ഒന്നും തരാൻ പോണില്ല. അപ്പോൾ അത്രയും പൈസ അവരുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ അടുത്ത ആളടുത്തേക്ക് മാറുക ചെയ്യുക. സാധാരണ ഒരു വീട് നിർമ്മിക്കാൻ ചിലപ്പോൾ ഒരുപാട് ടൈം ഡിലേ വരും. ഓരോ സെക്ഷനായിട്ടുള്ള നോർമൽ കൺസ്ട്രക്ഷൻ ചെയ്യണ സമയത്ത് നമുക്ക് വീട് നിർമ്മിക്കാൻ പറ്റും. നമ്മളത് അങ്ങനെയല്ല. ബേസ്മെൻറ്റിൻ്റെ മുകളിലേക്ക് തുടങ്ങുന്നുണ്ടെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് നമ്മൾ മാക്സിമം 35 ദിവസം കൊണ്ട് മെയിൻ സ്ലാബ് വരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കുറച്ച് കമ്മിയാവും. മഴയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലത്തെ കാര്യമായിട്ടോ ഞാനീ പറയണത്. ഇങ്ങനെ ചുരം ഇറങ്ങി വരുമ്പോൾ നമ്മൾ പുറം രാജ്യങ്ങളിൽ കാണുന്ന പോലെ ഒരാൾ ഒരു ബൈക്കിൽ, അതായത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒന്നും ഇല്ല, തായ്ലാൻഡിലും അവിടെ ആ ഭാഗത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബൈക്കിന് ഒരു കവറിങ് നല്ല മഴച്ചാറിലാണെന്നുണ്ടെങ്കിൽ ആൾക്ക് നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്ന പോലെ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മ അതിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ വീട് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സ്റ്റഡി ചെയ്യുക. എന്നെ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ നല്ലത് ഞാനിതിലിട്ടിരിക്കുന്ന ഓരോ വീടിൻ്റെയും, ഞാൻ ചെയ്ത എല്ലാ വീടിൻ്റെയും വീഡിയോസ് ഇതിൽ കിടക്കുന്നുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് വീടും ഉണ്ട്. 300 സ്ക്വയർ ഫീറ്റ് മുതൽ 3000 സ്ക്വയർ ഫീറ്റ് വരെ ചെയ്ത വീടുകൾ നമ്മളിതിൽ കിടക്കുന്നുണ്ട്. അതിൽ 10-35 എണ്ണം ഓൾറെഡി കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ പോയി കണ്ട് നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക.